വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ഞാൻ ജാനിയുടെ ബർത്ത്ഡേ വ്ലോഗിൽ കാണിച്ചിരുന്ന നമ്മുടെ ആപ്പിൾ ഡേറ്റ്സ് വീറ്റ് കേക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് ഒരു ഹെൽത്തി കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പഴം ആട്ട കേക്ക്. ഏകദേശം ആ ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മൾ വീനാസ് കറികൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്ന ഓട്സ് ദോശ ഒരുപാട് പേര് കണ്ടു, ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓട്സ് ദോശയുടെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ആപ്പിൾ കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ആപ്പിളാണ്. 2 മീഡിയം ആപ്പിളാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ തൊലി കളയാം. നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ആപ്പിൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ആപ്പിളും മുഴുവനും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഡേറ്റ്സ് ആണ്, അതായത് ഈന്തപ്പഴം. ഞാൻ ഈന്തപ്പഴം 1/4 ഗ്ലാസ് പാലില്, നല്ല ചൂടുള്ള പാലില് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുരുവെല്ലാം കളഞ്ഞിട്ട് ഒരു 10 ഈന്തപ്പഴം നന്നായി വാഷ് ചെയ്തിട്ടുള്ള ഈന്തപ്പഴം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴം അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചിടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിലോട്ട് അരച്ചിടാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഈന്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാം. നിർബന്ധമുള്ളൊരു ഇൻഗ്രീഡിയന്റ് അല്ല. പക്ഷെ ഈന്തപ്പഴം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ആപ്പിളിന്റെ കൂട്ടത്തിൽ കൂടെ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ പാല് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചൂടുവെള്ളത്തിൽ കുതിർത്താലും മതിയാവേ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ്. നമ്മുടെ ഇവിടെ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒട്ടും തന്നെ അഴുക്കുകളൊന്നും ഇല്ലാത്ത, കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ശർക്കരയിൽ കല്ലുണ്ടെന്നൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു അല്പം വെള്ളത്തിൽ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക, ഉരുക്കിയെടുക്കുക. അതിനുശേഷം ചൂടാറാൻ അനുവദിക്കുക. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കര ഉരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കാൻ പോകുന്ന പാലിന്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതി, അല്ലാതെ പാലിന്റെ അളവ് നോക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് 250 ml കപ്പില് ഞാൻ 1 കപ്പ് ശർക്കരയാണ് അളന്ന് വെച്ചിരിക്കുന്നത്. മുഴുവൻ ഇടുന്നില്ല. ഞാനൊന്ന് നോക്കിയതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. കാരണം ഒരുപാട് മധുരമായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഈന്തപ്പഴത്തിന് മധുരമൊക്കെ ആവുമ്പോൾ നന്നായിട്ട് മധുരം ഉണ്ടാവും. അപ്പൊ വേണമെങ്കിൽ മാത്രം ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാനൊരു 1/4 കപ്പ് ഇതിന്റെ മുഴുവൻ ഇടുന്നില്ല, കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കരയും ആപ്പിളും അതുപോലെ തന്നെ ഈന്തപ്പഴവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഒരു 1/4 കപ്പ് ഓയിൽ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കനോല ഓയിലോ അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ എന്താണ് താല്പര്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അളന്ന് വെച്ച 1/4 കപ്പ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ചെറിയ ചെറിയ ആപ്പിളിന്റെ കഷ്ണങ്ങൾ അഥവാ അടിയാണ്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അതിൽ നമുക്ക് കേക്കിൽ ചെറിയ ആപ്പിളിന്റെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോഴും നന്നായിട്ടുണ്ടാവും. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. അതിലൊരു ഇതേപോലെ തന്നെ ഒരു നമ്മുടെ കുക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. നിങ്ങൾ അടുപ്പിലാണ് കടായിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പക്ഷേ ഇത് അവനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെ ആപ്പിളിന്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആപ്പിളിന്റെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കടായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതേസമയം മുകളിൽ ആപ്പിൾ വേണ്ട, ചുമ്മാ ഇതേപോലെ കേക്കിന്റെ ബാറ്റർ മാത്രം എന്നുണ്ടെങ്കിൽ കടായിൽ നമുക്കൊരു 1 മണിക്കൂർ 50 മുതൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ മേലെ വെച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഒരുപാട് സമയം എടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ അവനിലാണ് വെക്കാൻ പോകുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ, ചെയ്യാൻ പോകുന്നത് സെയിം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അവനിലാണെങ്കിൽ അവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ അവന് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള അതനുസരിച്ച് ചെയ്തോളൂ. അരച്ചിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലത്തെ കടായി ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ. നല്ല വായ്വട്ടമുള്ള കുക്കറിലാണെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ
കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കേക്കിൻ്റെ ടിൻ റെഡിയാക്കി വെക്കണം. അതിനുശേഷം മാത്രം കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കേക്കിൻ്റെ ടിൻ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായിലോ ഒക്കെ നമുക്ക് ചെയ്യാം. അത് ആ വീഡിയോയിൽ മറ്റേ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പല രീതിയിൽ എന്ത് പാത്രത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ പാർച്ച്മെന്റ് പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് വെണ്ണയോ ഓയിലോ തടവിയതിനു ശേഷം അതിൽ കുറച്ച് ആട്ടയോ മൈദയോ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോഴും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ പാർച്ച്മെന്റ് പേപ്പർ, അതായത് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി വെക്കുന്നത് 7 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമുക്ക് മൈദ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഏത് മില്ലറ്റിന്റെ ഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ റാഗി ആണെങ്കിലും തിനയാണെങ്കിലും ചാമയാണെങ്കിലും ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സെയിം റെസിപ്പി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാനിവിടെ ആട്ടയാണ് എടുക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ആട്ട അരിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യണം. 2 കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന ആട്ട ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാം ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ഉപ്പാണ്. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് സിനമൺ പൗഡർ, അതായത് പട്ട ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ വരെ ആവാം. നിങ്ങൾക്കിപ്പോൾ പട്ടയുടെ സ്മെല്ല് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചാലും മതി, അല്ലെങ്കിൽ കാഡമം പൗഡർ, അതായത് നമ്മുടെ ഏലക്കയുടെ പൊടിയായാലും മതി. പക്ഷെ പട്ടയാണ് നമ്മുടെ ആപ്പിളിന്റെ കൂടെ പട്ട ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സിനമൺ പൗഡർ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാനിവിടെ ഗോതമ്പ് പൊടി എല്ലാതും അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് പതുക്കെ കുറച്ചായിട്ട് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരേ ദിശയിൽ നിങ്ങൾ ഇളക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒന്നും വേണ്ട, കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ഇളക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ ബീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഇടുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഒരുമിച്ച് ഇടാൻ പാടില്ല എന്ന് മാത്രം. ഇട്ട പൗഡർ നന്നായി മിക്സ് ആയതിനു ശേഷം വീണ്ടും കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ പൗഡർ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് പാല് വേണ്ടി വരും. തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഇരിക്കും. ഇച്ചിരി ലൂസായിരിക്കണം, ഒരുപാട് ലൂസല്ല, എന്നാലും ഇച്ചിരി ലൂസായിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശർക്കര പാനി ഒഴിക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് പാലിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പം മൊത്തത്തിൽ ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാൽ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കൈ വെച്ചിട്ടാണ് സാധാരണ ഇപ്പോൾ മിക്സ് ചെയ്യാറുള്ളത്. നല്ല വൃത്തിയുള്ള കൈയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ബീറ്ററിൻ്റെ ഒന്നോ ഒരു സഹായം വേണ്ട നമുക്ക് ഇതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഏതൊരു കുട്ടിക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണിത്. ഇനിയും പാല് വേണം നമുക്ക്. വീണ്ടും ഒരു 1/4 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓപ്ഷനിലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വാൾനട്ടോ ബദാമോ അല്ലെങ്കിൽ പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു മാത്രം, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അതും പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ശർക്കരയുടെ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ശർക്കരയുടെ ഉരുക്കിയ ശർക്കര ഉണ്ടെങ്കിൽ അത്. പെർഫെക്റ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ്. നമ്മുടെ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വീഴണം കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കാൻ പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആപ്പിൾ റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാൻ ആപ്പിൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കടായിലാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കടായിൽ ആപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കും അത് കുക്കായി കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ കടായിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പം തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ
അവനിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് ആപ്പിളും കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമേ തന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് നമ്മളെ ജോലി കഴിയും. ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് നന്നായിട്ട് അത്യാവശ്യം നൈസായിട്ടൊന്ന് മുറിക്കട്ടെ. ഈ ആപ്പിളിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ലൈസിന്റെ അളവ് എത്രയാണ്. ഒരുപാട് തിന്നാക്കരുത്, അതേസമയം ഒരുപാട് തിക്കും ആക്കരുത്. ഈ ഒരു തിക്നെസ് കേട്ടോ. ഈ ആപ്പിൾ ഒരെണ്ണം കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെക്കട്ടെ. അതിനുശേഷം നമുക്ക് അതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ആപ്പിൾ ഞാൻ നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ ആപ്പിൾ ബ്രൗൺ കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മേലെ കുറച്ച് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. കുറച്ച് മാത്രം മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് വെറുതെ ഇങ്ങനെ അടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യുന്ന പോലെ. വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് അവനിലോട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും ബേക്ക് ചെയ്യാം. അതുപോലെ തന്നെ അടപ്പിലാണെങ്കിൽ നിങ്ങൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെക്കുക. കടായിൽ വെക്കുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. അതായത് ഇച്ചിരി സമയം എടുത്തിട്ട് വെന്തോട്ടെ. സൈഡ് ഇങ്ങനെ കരിഞ്ഞോ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ലോ ഫ്ലെയിം വേണ്ട. മധ്യഭാഗത്തേക്ക് വെക്കേണ്ട, ചെറുതുമല്ല. ചെറുതിനും മധ്യത്തിനും ഇടയ്ക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഒരു മണിക്കൂറായിട്ടോ. ഞാനൊരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. 40 മിനിറ്റ് ആയപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മേലെ ആപ്പിൾ വെക്കുമ്പോൾ ഇത് മേലത്തെ ഭാഗം കുക്കാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, മിഡിൽ പോർഷൻ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്റെ അവനിൽ എനിക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പോൾ ഓരോ അവനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കൽക്കണ്ടം പൊടിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു അല്പം സിനമൺ പൗഡർ, അതായത് പട്ടയുടെ പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് എന്റെ മേലെ കൂടെ വേണമെങ്കിൽ തൂയി കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു സ്നോയി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ ഫ്ലേവറും വരും നന്നായിട്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിന്റെ മേലെ കൂടെ കുറച്ച് ഹണി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ആപ്പിൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മുറിക്കാം. അപ്പൊ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഞാനിതിന്റെ മുകളിൽ 3 ചെറി വെച്ചതാണ് കേട്ടോ, ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. നമ്മുടെ കേക്ക് മുറിച്ചിട്ടുണ്ട്. ശരിക്കും അല്ലേ, നമ്മുടെ പ്ലം കേക്കിനെ പോലെ തന്നെയല്ലേ കാണാൻ. ഉള്ളിൽ നന്നായി കുക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ, അതേസമയം നമുക്കൊരു വിഷമില്ലാണ്ട്, എന്താ പറയുക, ഗിൽറ്റ് കോൺഷ്യസ് ആവാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറയത്തില്ല. അതായത് ഇതിലെല്ലാം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പാലിന് പകരമായിട്ട് കോക്കനട്ട് മിൽക്ക്, അതായത് തേങ്ങാപ്പാൽ ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബദാം മിൽക്ക് ഒഴിക്കാം, സോയാ മിൽക്ക് ഒഴിക്കാം. ഏത് മിൽക്ക് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സാധാരണ വെള്ളമോ ജ്യൂസോ എന്ത് വേണമെങ്കിലും നമുക്ക് പാലിന് പകരം ഉപയോഗിക്കാം. ഞാൻ പാൽ ഉപയോഗിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഡയറ്റ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചക്കര ഉപയോഗിക്കാം. സ്വീറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചെറിയ പീസ് നിങ്ങൾക്ക് വേണ്ടി കഴിക്കാം. അത് രാവിലെയാണ് സമയം ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ മധുരം കഴിക്കുമ്പോൾ കുറച്ച് പാടാണ്. കണ്ടില്ലേ, എല്ലായിടത്തേക്കും ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ. അപ്പൊ ഞാൻ ചെറിയൊരു പീസ് മുറിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു പീസ് കഴിക്കട്ടെ കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് കേട്ടോ. എനിക്ക് നല്ല മധുരം പാകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാന്ന് തോന്നുന്നെങ്കിൽ മധുരം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ആപ്പിൾ കേക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന ഓട്സ് ദോശ കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് എന്റെ കെട്ടിയവന്റെ ഭക്ഷണം. കേക്ക് കഴിച്ചില്ലെങ്കിൽ എന്താ, ഇതിലെന്തൊക്കെ ഉണ്ടെന്നറിയോ? നമ്മുടെ ചാമ കഞ്ഞി, പിന്നെ വെജിറ്റബിൾ സൂപ്പ്, മീൻ വറുത്തത്, പിന്നെന്താ പയറും മത്തങ്ങയും ലിമണം കുത്തി കഴിച്ചത്, കപ്പ. ഇതുണ്ട് എന്റെ കെട്ടിയവനുണ്ട്. ഞാനുണ്ട് രണ്ടുമൂന്നുണ്ട്. കൊറേ വെള്ളമുള്ളതുകൊണ്ട് വേഗം വയററിയും. രണ്ട് നല്ല ഭക്ഷണല്ലേ? എല്ലാം
ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം. മീൻ വറുത്ത് വെച്ച് ബാക്കിയൊക്കെ ഹെൽത്തിയാണ്. വറുത്തതാ. അപ്പൊ അതിൽ നിന്നുള്ളത് ഞാൻ എടുക്കാൻ പറഞ്ഞില്ലായിരുന്നു. മറ്റേ എന്താണ് എയർ ഫ്രയറിൽ വറുക്കാൻ ലൈമും ഞാൻ നാളെ വറുത്തരാം. നന്ദുവിനെയും പതുക്കെ അതിലേക്ക് മാറ്റാം. ഇച്ചിരിയെങ്കിലും നാളെ ഒരു സമാധാനമായിട്ട് ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ മാറ്റാം.